ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം നമ്മൾ രാമോജി ഫിലിം സിറ്റിയിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ രാമോജി ഫിലിം സിറ്റിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായി. പിന്നെ 1 മണിക്കൂർ റണ്ണിങ് ഉണ്ട് കേട്ടോ ഫിലിം സിറ്റിയിലേക്ക്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മെയിൻ എൻട്രൻസ് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു പ്ലേസാണ്. നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഓൺലൈൻ ടിക്കറ്റൊക്കെ ഒന്ന് കൺഫേം ചെയ്ത് പിന്നെ നമ്മളെയൊക്കെ സ്കാൻ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുക കേട്ടോ. അതുമാത്രമല്ല നമുക്കൊരു സ്റ്റിക്കറും തരും നമ്മുടെ ഡ്രസ്സിനകത്ത്. അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറയും കേട്ടോ. അവർ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടാട്ടോ ഉള്ളിലേക്ക് വിടുക. നമ്മുടെ കയ്യിലുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും അങ്ങോട്ട് അലൗഡ് അല്ല. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ഓരോ പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നത് ഇതേപോലത്തെ ബസ്സുകളായിരിക്കും കേട്ടോ. കാരണം 1666 ഏക്കർ ടോട്ടൽ ഫിലിം സിറ്റി ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഓരോ ഗാർഡൻസും അതുപോലെ ഓരോരോ സെറ്റുകൾ, ഷൂട്ടിംഗ് സെറ്റുകളൊക്കെ ഓരോ സ്ഥലത്തായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ഒരു ബസ്സാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് അടുത്തൊരു പ്ലേസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബസ്സിൽ തന്നെ അവർ നമുക്ക് പറഞ്ഞു തരും നമ്മൾ പോയി ഇറങ്ങുന്ന അവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളത്. അതുപോലെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് അടുത്ത ബസ്സിൽ കയറി പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ഫൗണ്ടെയിനാണ് കേട്ടോ. ഇത് ഒരുപാട് സിനിമകളിൽ ഉള്ളതാണ്. അമർ അക്ബർ അന്തോണി, ഉദയനാണ് താരം, അങ്ങനെയുള്ള ഫിലിമിലൊക്കെ ഉള്ള ഒരു ഫൗണ്ടെയിനാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ 2 സൈഡിലും ഓരോരോ ഗാർഡൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ അതിൻ്റെയൊക്കെ പേരുകൾ അവർ നമുക്ക് പറഞ്ഞു തരും. ഫിലിം സിറ്റി മുഴുവനായിട്ടും കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്രയധികം കാണാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള ഗാർഡൻസിലൊക്കെ ഓരോ ഫിലിംസ് ഷൂട്ട് ചെയ്ത ഓരോ ഗാർഡൻസ് ആയിരിക്കും. അതൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ്സിൽ അവരുടെ സ്റ്റാഫ് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അവർ പറഞ്ഞു തരുന്നത് ഹിന്ദിയിലായിരിക്കും. നമുക്ക് ഹിന്ദിയിൽ വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറയുന്ന ആ ഒരു ഫിലിമും അതുപോലെ ആക്ടേഴ്സിൻ്റെ നെയിമൊക്കെ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്തി. എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫസ്റ്റ് നമ്മൾ കയറി ചെന്നത് ഒരു ഷൂട്ടിംഗ് ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്ത് സൗണ്ട് എഫക്റ്റ് നമ്മൾ എങ്ങനെ കൊടുക്കും, അതുപോലെ എങ്ങനെയാണത് ബാക്ക്ഗ്രൗണ്ട് സ്ക്രീന് വരിക എന്നുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ മുൻപ് വന്നപ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അടുത്ത നമ്മൾ പോകുന്നത് ഒരു ട്രെയിനിലൊരു യാത്രയാണ് കേട്ടോ. ഇതേപോലെ ട്രെയിനുകൾ വരും. എന്നിട്ട് നമ്മൾ അതിൽ കയറിയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ 2 സൈഡിലും കുറേ കാണാനുണ്ട് കേട്ടോ. കുറേ സ്റ്റോറിയും സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ കുറേ കാണാനുണ്ട്. ഇതിൽ സൗണ്ട് എഫക്റ്റുകളും നമ്മളെ പേടിപ്പിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സ്റ്റോറി പോലെ ആയിരുന്നു കേട്ടോ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പാർക്കിലേക്കാണ് കേട്ടോ പോയത്. ഡൈനോസറിൻ്റെ മുട്ടയ്ക്കകത്ത് കയറി ഇരിക്കുന്നുണ്ട് ഒരാൾ. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറെ അടുത്ത ബസ്സിൽ കയറി. അവിടെ വേറെയും കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് 2 സൈഡും ഓരോരോ ഷൂട്ടിംഗ് പ്ലേസസ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പൊക്കെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഫിലിം സിറ്റിയുടെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ ഷട്ടറുകൾ, ഓരോ ഷോപ്പുകളൊക്കെയാണ്. ഷോപ്പൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഏരിയയിലേക്കാണ് കേട്ടോ. അതുപോലെ ഓരോ സ്ഥലങ്ങളും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഹെലിപാഡാണ് കേട്ടോ. നമ്മുടെ തെലുങ്ക് സിനിമയിലെ നായകന്മാരും വില്ലന്മാരൊക്കെ വന്ന് ഇറങ്ങുന്നത് ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ 2 സൈഡിലുള്ളതാണ് കേട്ടോ. ശരിക്കും ഒരു ടൗണൊക്കെ പോലെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇവിടെ. ഇത് അവർ പറയുന്ന വോയിസാണ് കേട്ടോ. ഇത് ചന്ദ്രമുഖി മൂവിയിലെ ഡാൻസ് മാസ്റ്ററിൻ്റെ വീടാണ്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ഫോറസ്റ്റാണ്. അതുപോലെ ബാഹുബലി 2യിലൊക്കെ വില്ലേജ് ലൊക്കേഷനൊക്കെ ഇവിടെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ മൂവി ഷൂട്ട് ചെയ്ത പ്ലേസസ് അവർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ കാണുന്ന ഈ ഫോറസ്റ്റൊക്കെ ബാഹുബലിയിലും അതുപോലെ പുഷ്പ 2യിലൊക്കെ ഫോറസ്റ്റ് സീനൊക്കെ എടുത്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണെന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെയാണ് പുഷ്പ ഫിലിമിലെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിരിക്കുന്നത്. ഫോറസ്റ്റ് സീൻസൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. നമ്മൾ ഈ കാണുന്നത് ചന്ദ്രമുഖി മൂവിയുടെ സെറ്റാണ് കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചാർജ്, കാരണം നമ്മൾ ബാഹുബലിയുടെയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഫോണിലെ ചാർജൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വേറൊരു ഫോണിലെടുത്ത ഫോട്ടോസാണ്. ഇതൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു വീട് മുഴുവൻ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അടുത്ത് നമ്മൾ പോകുന്നത് ഭാഗവതം ഷൂട്ടിംഗ് സെറ്റിലേക്കാണ്. നമ്മൾ അതിനകത്തേക്ക് കയറി ചെന്നു. ഇതുപോലെ ഫുൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ റെയിൽവേ സ്റ്റേഷനല്ല, റെയിൽവേ സ്റ്റേഷൻ്റെ സെറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ.
ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്യുന്ന ഫിലിംസിൽ കൂടുതലും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ സേലം റെയിൽവേ സ്റ്റേഷൻ എന്നായിരുന്നു അതിനകത്ത് ബോർഡ് ഉണ്ടായിരുന്നു. ഇത്തവണ അത് ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ അടുത്തൊരു ബസ്സിൽ കയറി കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഒരു ഷൂട്ടിംഗ് സെറ്റ് കാണാനാണ്. അത് ഒരു 1.5 ഷൂട്ടിംഗ് സെറ്റാണ് കേട്ടോ. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് ആ ഒരു സെറ്റ് കാണാൻ. ഞാൻ മാത്രമല്ല കേട്ടോ, കുട്ടികളും. ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ആ ഒരു സെറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ ബാഹുബലി ഷൂട്ടിംഗ് സെറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഈ ഒരു സെറ്റിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ തന്നെ അടിപൊളിയാണ് കേട്ടോ കാണാൻ. പിന്നെ ഉള്ളിൽ പറയാനില്ലല്ലോ. അങ്ങനെ നമ്മൾ അതിൻ്റെ എൻട്രൻസിൽ പോയിട്ട് ബസ് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ആ ഇറങ്ങുന്ന അവിടെ തന്നെ നമ്മുടെ മഹിഷ്മതി കൊട്ടാരം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇത് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ആ ഒരു എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ വാതിൽ കേട്ടോ. ആ വാതിൽ ഇടന്ന് നമ്മൾ അകത്തേക്ക് ചെല്ലുകയാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇവിടെ 2 ആനകൾ 2 സൈഡിൽ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഫിലിമിൽ കാണിച്ചിട്ടുള്ള ചെണ്ടകളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സാധനങ്ങൾ മുഴുവൻ പാസ്റ്റർ പാരീസും അതുപോലെ കാർഡ്ബോർഡും കൊണ്ടൊക്കെ ചെയ്തെടുത്താണെന്ന് കേട്ടോ പറയുന്നത്. കുറേയൊക്കെ എല്ലാം വെയ്റ്റ്ലെസ് ആണ്. അതുപോലെ കുറേയൊക്കെ ഹോൾസൊക്കെ വന്നു തുടങ്ങിയിട്ടു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് കാണാൻ, കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവും ബാഹുബലിയുടെ സെറ്റ് കാണാൻ. ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ പോയി കാണാം കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആ ഒരു സിംഹാസനത്തിലേക്ക് വരുന്ന ആ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, നടന്നു വരുന്നത്, അവിടെയാണ് കേട്ടോ. നല്ലൊരു സ്പേസിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ആളെ മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ദേവസേനയാണ്. ദേവസേനയുടെ ചങ്ങലയ്ക്കിട്ട ആ ഒരു സ്ഥലമാണ് കേട്ടോ അത്. അവിടെ ദേവസേനയുടെ ഒരു സ്റ്റാച്ചു ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് ദേവസേനേനെ ഇട്ട് വെച്ചിട്ടുള്ള ആ കേജ് ഉണ്ടല്ലോ, അതും ഉണ്ട് കേട്ടോ. ദേവസേനയുടെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കണം കേട്ടോ വിചാരിച്ചത്, പക്ഷേ എന്തോ പറ്റിയില്ല അത്. പിന്നെ നമ്മൾ ആ ഒരു എൻട്രൻസിലുള്ള കുതിരകളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ എല്ലാവരുടെയും കട്ടൗട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കട്ടൗട്ടുകളും അതുപോലെ തന്നെ സ്റ്റാച്യൂസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇതേപോലെ ആ ഒരു കുളം, അതുപോലെ എല്ലാ അമ്പലം, അതൊക്കെ അവിടെ ഇതേപോലെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ബാഹുബലി തള്ളി കൊണ്ടുവരുന്ന ഒരു രഥമുണ്ടല്ലോ, അതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എല്ലായിടത്തായിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ നടന്ന് കണ്ടു കേട്ടോ. ഇത് നമ്മുടെ പൽവാൽ ദേവനെ കുത്താൻ വന്ന കാളയാന്ന് തോന്നുന്നു കേട്ടോ. കുട്ടികൾക്ക് കാളേനൊന്നും പേടിയുണ്ടായിരുന്നില്ല. അവർ അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ പോകുന്നത് നമ്മുടെ പൽവാൽ ദേവൻ്റെ വാഹനത്തിലേക്കാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിലായി അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനകത്ത് കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ആക്ച്വലി അത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബുള്ളറ്റാണ് കേട്ടോ. ബുള്ളറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അടുത്തത് നമ്മൾ പോകുന്നത് പൽവാൽ ദേവൻ്റെ സ്റ്റാച്ചു ഉണ്ടല്ലോ, ആ ഒരു പ്രതിഷ്ഠിക്കുന്ന ആ ഒരു സ്റ്റാച്ചു, അതിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ സെൻട്രൽ പോർഷൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇവർ വിടുന്ന ആ ഒരു കുറേ അമ്പുകൾ പോയില്ലേ, അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഫോട്ടോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ കട്ടൗട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇയാളെ കണ്ടപ്പോൾ തന്നെ മീനൂട്ടിക്ക് ആളെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് വരുന്ന ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അടുത്ത് നമ്മൾ പോകുന്നത് ബാഹുബലിയുടെ സിംഹാസനത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അവിടെ സിംഹാസനത്തിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുമായിരുന്നു, പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല. പക്ഷേ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ബാഹുബലിയിലെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ്സും അതുപോലെ ബാഹുബലിയുടെ ട്യൂണൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറേ കാണാനുണ്ടായിരുന്നു. കുട്ടികൾ ഇതേപോലെയൊക്കെ കുതിരയിലും അതുപോലെയൊക്കെ കളിച്ച് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, ഹോൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവരാണ് കേട്ടോ അത് കണ്ടുപിടിച്ച്. അമ്മ അതിൽ ഹോൾസ് വന്നിട്ടുണ്ടെന്നുണ്ട് രണ്ടുപേരും കൂടെ നോക്കുമായിരുന്നു. കാളിദേവിയുടെ അടുത്ത് പോയിട്ട് മീനൂട്ടി ഈ ഒരു ലുക്കിൽ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. അടുത്ത് നമ്മൾ പോകുന്നത് ബാഹുബലി ദർബാറിലേക്കാണ് കേട്ടോ. അവിടെ അടുത്ത് തന്നെ, അതായത് ഈ സെറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്നാട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. ഈ ഒരു ബോർഡിൽ കാണുന്നതൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഫുഡുകൾ. അമരേന്ദ്ര ബാഹുബലി ബിരിയാണി, മഹേന്ദ്ര ബാഹുബലി ബിരിയാണി, ദേവസേന ബിരിയാണി, ശിവഗാമി ബിരിയാണി, അങ്ങനെയൊക്കെയാണ്. അതായത് അതിലെ ക്യാരക്ടേഴ്സും ആ ഒരു പ്ലേസിനെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവിടുത്തെ പൊറോട്ടയും ദോശയെല്ലാം ഉള്ളത്. ഞങ്ങൾ ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു അവിടെ എത്തിയതുകൊണ്ട് ബിരിയാണി കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് മഹിഷ്മതി പൊറോട്ടയും അതുപോലെ പൽവാൽ ദേവ ദോശയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഏത് ദോശയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. മഹിഷ്മതി പൊറോട്ടയുടെ റേറ്റ് വന്നിട്ട് 650 രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന്. പക്ഷേ 650 രൂപയെങ്കിലും 3-4 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ.
ദോശയും അതുപോലെ തന്നെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ദോശയും പൊറോട്ടയും വെച്ചപ്പോൾ തന്നെ ടേബിൾ ഫില്ലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ പിന്നെയും കുറേ കാണാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴേക്കും എൻ്റെ ഫോണിൽ ചാർജ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത് നമ്മൾ കണ്ട കാഴ്ച ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ നോക്കി നോക്കൂ. ആ ഒരാൾ ചെയർ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്നില്ല, പക്ഷേ സ്ക്രീനിൽ കാണുന്ന സമയത്ത് അവതാർ ഫിലിമിലുള്ള ആ ഒരു സീനാണ് കേട്ടോ കാണുന്നത്. ആൾ പാറ തള്ളുന്ന പോലെയാണ് നമുക്ക് കാണുന്നത്. അവതാർ പോലുള്ള ഫിലിംസ് എടുക്കുന്നത് ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് കേട്ടോ. ആക്ച്വലി ആ സ്ക്രീനിൽ കാണുന്നത് ഈ ഒരാൾ ചെയ്യുന്ന അതേപോലെയാണ് കണ്ടോ. കൈയാക്കുന്നതും എല്ലാം ഇയാൾ ചെയ്യുന്ന അതുപോലെയാണ് നമുക്കത് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതേ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുന്ന പോലെ രണ്ട് സൈഡിലും ഇതേപോലെയുള്ള ബിൽഡിങ്സ്, യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് ഉണ്ടാവും. ഉദയനാണ് താരം അതുപോലെയുള്ള ഫിലിംസൊക്കെ എടുത്തത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ. അവിടെ കുറേ ജോക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു എൻ്റർടൈൻ ചെയ്യാനായിട്ട്. അവരുടെ കൂടെയൊക്കെ മീനുട്ടിയും അതുപോലെ ഇച്ചൂട്ടിയൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഒരുപാട് ഗാർഡൻസിലേക്കൊക്കെ പോയിട്ടോ. ബട്ടർഫ്ലൈ ഗാർഡൻ അതുപോലെ ജപ്പാനീസ് ഗാർഡനൊക്കെ പോയി. ഇത് ജപ്പാനീസ് ഗാർഡൻ ആണ് കേട്ടോ. അപ്പോഴേക്കും മഴ വരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും നന്നായിട്ട് മഴ വന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പോയത് എയർപോർട്ടിലേക്കാണ് കേട്ടോ. വിശാഖപട്ടണം ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. എയർപോർട്ട് സീൻസൊക്കെ എടുക്കുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ എയ്റോപ്ലെയിനിലേക്കും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ 1-2 ഗാർഡനിലേക്കും പിന്നെ അതുപോലെ കുറേ ബേർഡ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കൊക്കെ മഴ കാരണം കൊണ്ട് മുഴുവനായിട്ടും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ ഇങ്ങനെ കയറി നിന്നിട്ടൊക്കെയാണ് കേട്ടോ തിരിച്ചെത്തിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള ബസ്സിനകത്ത് കയറിയിട്ട് അതിൽ നിന്ന് പോകുന്ന വഴിയാണ് കേട്ടോ. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഫുള്ള് ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വെക്കേഷൻ ആയതുകൊണ്ട് അവിടെ കാർണിവലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മഴ കാരണം കൊണ്ട് അന്നത്തെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വരുന്ന സമയത്ത് കണ്ട ആ ഒരു ഫൗണ്ടെയിൻ ഇല്ലേ, അത് ഇതേപോലെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫിലിം സിറ്റിയിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.